നമുക്കിപ്പോൾ INTUC നേതാവ് ശ്രീ ആർ ചന്ദ്രശേഖരൻ ചേരുകയാണ്. ശ്രീ ആർ ചന്ദ്രശേഖരൻ, നേരത്തെ പ്ലാൻ ചെയ്തു നടത്തിയ ചർച്ചയെന്നാണ് ഇപ്പോൾ സമരസമിതി പറയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലെ പഠനസമിതി എന്ന നിർദ്ദേശമൊക്കെ താങ്കളടക്കമുള്ള എല്ലാവരും അംഗീകരിച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി എന്നാണ് ഇപ്പോൾ സമരസമിതിയുടെ നേതാവ് ബിന്ദു പറയുന്നത്. എന്താണ് പ്രതികരണം? നമുക്കങ്ങനെ നേരത്തെ ഒരു മുൻകൂട്ടി പദ്ധതിയൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല. എനിക്കത് അറിയില്ല. ഞാനതിൽ തന്നെ ആ ചർച്ചയിൽ തന്നെ 20 മിനിറ്റ് ലേറ്റായിട്ടാണ് വന്ന് കയറിയത്. ഞാൻ കരുനാഗപ്പള്ളിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരം കരുനാഗപ്പള്ളി ഓച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് വന്നതാണ്. ഞാനൊരു മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയിട്ടില്ല. നമ്മൾ INTUC യൂണിയനാണ്. ഓരോ യൂണിയനും അവരുടേതായ ഡിമാൻഡുകൾ വെച്ച് സമരം ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഏത് തരത്തിലുള്ള സമരമുറയും എല്ലാ സംഘടനകൾക്കും അനുവർത്തിക്കാൻ കഴിയുന്നതാണ്. അതിനൊന്നും നമ്മൾ ഒരു കാലത്തും എതിരായിട്ട് നിന്നിട്ടില്ല. അവർ സമരം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു സംഘടനകൾക്ക് അവരുടേതായ നിലപാടുകളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഒരു വ്യക്തമായ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പൂർണ്ണമായ പിന്തുണ നമ്മൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സെൻട്രൽ ട്രേഡ് യൂണിയനുകൾ അടക്കമുള്ള എല്ലാവരുമായിട്ട് ചർച്ച വേണം എന്ന ഒരു നിലപാട് ഗവൺമെന്റ് എടുത്തപ്പോൾ നമ്മൾ അതിന് സ്വീകരിച്ചതാണ്. ആ ചർച്ച നടന്ന് ഒരു ഘട്ടമാകുമ്പോൾ എല്ലാ വിധത്തിലുള്ള വാദപ്രതിവാദങ്ങളും കേട്ടതിന് ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു ഉന്നത സമിതി വെക്കാം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇങ്ങനൊരു നിർദ്ദേശം പറയുകയത് അവർ ഈ സമരം ചെയ്യുന്ന ആളുകളുടെ അടക്കം അതെല്ലാം സമ്മതിച്ചു. പക്ഷെ അവർക്ക് ഓണർ ഏറിയാൽ ഇപ്പോൾ തന്നെ ഈ പഠന സമിതി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് CITU ആണോ അതോ INTUC ആണോ? അല്ല, ഗവൺമെന്റ്. എന്റെ മുമ്പിൽ ഞാനിരിക്കുമ്പം മന്ത്രിയാണ് പറഞ്ഞത്. അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞില്ല. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞിരുന്നോ? ഓണറേറിയം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും അതുപോലെ വിരമിക്കൽ ആനുകൂല്യം ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടത് 5 ലക്ഷം രൂപയാണ് തിരിഞ്ഞു പോകുമ്പോൾ. അത് സാമ്പത്തികമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തീർക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു സമിതി വെക്കുന്ന കാര്യം മന്ത്രിയാണ് എന്നോട് നിർദ്ദേശിച്ചത്. അത് മനോരമ വാർത്ത വന്നത് തികച്ചും തെറ്റാണ്. അങ്ങനെ ഒരു ചർച്ച പോലും വേറെ ആരുമായിട്ട് നടത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആശമാരുടെ സമരം തീരരുതെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണോ ഇവർ ഈ അകത്ത് നടന്ന ചർച്ചകൾ തിരുത്തി പറയുന്നത്? നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കത് തീരണമെന്നാണ് ആഗ്രഹം. 100% നമ്മുടെ മനസ്സ് ആ ആശാ തൊഴിലാളികളോടൊപ്പമാണ്. അവരുടെ കഷ്ടപ്പാടും ദുരിതവും അറിയുന്ന ഒരാളാണ് ഞാൻ ദീർഘകാലമായി ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു തൊഴിലാളിയുടെ ആഗ്രഹങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന സമരപന്തലിൽ പോയിരുന്നോ? അല്ല, പോകാനെന്ന് പറഞ്ഞാൽ അത് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം എറണാകുളത്ത് നമ്മുടെ ജില്ലാ പ്രസിഡന്റുമാരടക്കമുള്ളവരെ വിളിച്ചു ചേർത്തതിന് ശേഷം അന്ന് ആ സമരം ചർച്ച നടക്കുന്നതിന് മുമ്പ് അവിടെ പോകാനായിരുന്നു നമ്മൾ തീരുമാനിച്ചത്. പക്ഷേ ഞാൻ ലേറ്റായി പോയതുകൊണ്ട് അതിന് മുമ്പ് നടന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ തീരുമാനം ഉണ്ടാകാണ്ടിരുന്ന സമയത്താണ് അവർ പിന്നീട് ആ സമരം ചെയ്യുന്ന ആളുകൾ മുഴുവനും ഏതോ വ്യക്തിപരമായ താല്പര്യമോ എന്താണെന്നറിയില്ല INTUC ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. താങ്കൾ ആ സമരപന്തലിലേക്ക് പോയാൽ ഈ കുറ്റപ്പെടുത്തൽ തീരുമല്ലോ. INTUC ആശമാർക്കൊപ്പമാണെന്ന് പറയുമ്പോൾ താങ്കൾ പോകേണ്ടതല്ലേ? താങ്കൾക്ക് ഇനിയും സമയമായില്ല. അത് പോകേണ്ടതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. നമ്മുടെ സംഘടനയല്ലേ തീരുമാനിക്കുന്നത്. ആ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് പോകാൻ. അത് എപ്പോൾ പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചറിയിക്കും. ചിലപ്പോൾ ഇക്കാര്യത്തിൽ എന്തായാലും ആശമാർക്കൊപ്പം പൂർണ്ണമായും നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമരപന്തലിൽ ഇതിനകം എത്തേണ്ടതാണല്ലോ. 1-2 ദിവസം ഞങ്ങളത് ആലോചിച്ചിട്ടുണ്ട്. തീരുമാനിച്ച് അതിൻ്റെതായ വഴിക്ക് പോകും. തീർച്ചയായിട്ടും പോകും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, ആശമാരുടെ സമരം 54-ാം ദിവസമാണ്. ആലോചിച്ച് തീരുമാനിച്ച് പോകുമെന്നുള്ളതാണ് ആർ ചന്ദ്രശേഖരൻ ഇപ്പോൾ വ്യക്തമാക്കിയത്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.